മലയാള ചലച്ചിത്ര ലോകവും പ്രേക്ഷകരും ഒരുപോലെ കാത്തിരുന്ന ആ സുദിനമൊടുവിൽ വന്നെത്തിയിരിക്കുകയാണ്. മലയാളത്തിന്റെ വിസ്മയം മോഹൻലാലും റിയലിസ്റ്റിക് സിനിമകളുടെ തമ്പുരാൻ ദിലീഷ് പോത്തനും ഒന്നിക്കുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ച് വർഷങ്ങളായി പലവിധ അഭ്യൂഹങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സ്വപ്ന കോംബോ കേവലം ഒരു വാർത്തയല്ല, മറിച്ച് വലിയൊരു യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ബിഗ് അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയെ അപ്പാടെ ഉലച്ചു കളഞ്ഞിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. നെടുങ്കണ്ടം മിറാക്കിൾസ് എന്നാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നെടുങ്കണ്ടം പശ്ചാത്തലമാക്കിയുള്ള ഏതോ ഒരു വലിയ അത്ഭുതത്തിന്റെ കഥയായിരിക്കും ചിത്രം സംസാരിക്കുക എന്നാണ് സിനിമ ആസ്വാദകർ വിലയിരുത്തുന്നത്. ചിത്രത്തിന്റെ അതീവ ആകർഷകമായ മോഷൻ പോസ്റ്റർ മെഗാസ്റ്റാർ മോഹൻലാൽ തന്നെയാണ് തന്റെ ഒഫീഷ്യൽ പേജുകളിലൂടെ പങ്കുവച്ചത്. ഈ പോസ്റ്റർ കണ്ട നിമിഷം മുതൽ ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. കാരണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷ്വലുകൾ അത്രമാത്രം കൗതുകം ഉണർത്തുന്നതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് മലയാളത്തിലെ ഹിറ്റ് മേക്കർ ശ്യാം പുഷ്കരനാണ്. ശ്യാം പുഷ്കറിനൊപ്പം പോൾസൺ സ്കറിയും ചേർന്നാണ് ഈ ചിത്രത്തിനായി പേന ചലിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ അഭിനയ ശൈലിയും ദിലീഷ് പോത്തന്റെ സംവിധാന മികവും ശ്യാം പുഷ്കറിന്റെ എഴുത്തും ഒന്നിക്കുമ്പോൾ അത് തിയേറ്ററുകളിൽ പുതിയൊരു ചരിത്രം കുറിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഈ പ്രഖ്യാപനത്തിലൂടെ മലയാള സിനിമയുടെ ഒരു വലിയ സ്വപ്ന കൂട്ടുകെട്ടാണ് പൂർണ്ണമാകുന്നത്. ഏകദേശം 5 വർഷത്തെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദിലീഷ് പോത്തൻ വീണ്ടും സംവിധായകന്റെ കുപ്പായം അണിയുന്നത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ജോജിക്ക് ശേഷം അദ്ദേഹം ചെയ്യുന്ന അടുത്ത സിനിമ ലാലേട്ടനൊപ്പം ആയിരിക്കുമെന്ന പല റിപ്പോർട്ടുകളും വന്നിരുന്നുവെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരാധകരുടെ എല്ലാ കാത്തിരിപ്പുകൾക്കും വിരാമം വിട്ടുകൊണ്ട് ലാലേട്ടൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അത് വിശ്വസിക്കാൻ പോലുമായില്ല. അടുത്തൊരു തിയേറ്റർ വേട്ടയ്ക്കുള്ള ഐറ്റം ലോഡിംഗ് എന്നാണ് ആരാധകർ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ആ മോഷൻ പോസ്റ്ററിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കാരണം അതിൽ വിസ്മയിപ്പിക്കുന്ന ഒട്ടനവധി ഘടകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ശിഥിലമായ, അതായത് തകർന്നടിഞ്ഞ ഒരു വീടിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ ടൈറ്റിൽ വെളിപ്പെടുത്തുന്നത്. വിക്ടോറിയൻ ശൈലിയിലുള്ള ഒരു വലിയ ജനാലയിൽ ഇരുന്ന് പുറത്തോട്ട് നോക്കുന്ന രീതിയിലാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷ്വൽ തന്നെ കാണികളിൽ വലിയൊരു നിഗൂഢതയും ആകാംക്ഷയും ജനിപ്പിക്കാൻ പോകുന്നതാണ്. ഈ പോസ്റ്റർ വെറുതെ ഒരു കഥാപാത്രത്തെ മാത്രമല്ല കാണിക്കുന്നത്, മറിച്ച് അതിൽ ഒരു വലിയ കുടുംബത്തിന്റെ കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രായമായ ഒരു സ്ത്രീയും ഒരു യുവതിയും അതോടൊപ്പം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിൽ വ്യക്തമായി ദൃശ്യമാകുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഇഴപിരിയുന്ന ശക്തമായ വൈകാരിക മുഹൂർത്തങ്ങളുള്ള സിനിമയായിരിക്കും നെടുങ്കണ്ടം മിറാക്കിൾസ് എന്ന വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അണിയറ പ്രവർത്തകരാണ് ഈ ചിത്രത്തിനായി കൈകോർക്കുന്നത്. പ്രശസ്ത ക്യാമറാമാൻ ഷൈജു ഖാലിദാണ് ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ദിലീഷ് പോത്തൻ ചിത്രങ്ങളുടെ സ്വാഭാവികത ചോർന്നു പോകാതെ ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് അദ്ദേഹം എങ്ങനെ ക്യാമറയിൽ പകർത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഓരോ ഫ്രെയിമിലും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കാൻ ഷൈജു ഖാലിദിന് സാധിക്കുമെന്നത് ഉറപ്പാണ്. ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് മലയാളത്തിൽ നിന്ന് തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സുഷിൻ ശ്യാമാണ്. സുഷിൻ ശ്യാമിന്റെ പശ്ചാത്തല സംഗീതം ചിത്രത്തിന് എത്രത്തോളം തീവ്രത നൽകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് പ്രശസ്ത എഡിറ്റർ സൈജു ശ്രീധരനാണ്. ഈ ഒരു കോംബോ ഒന്നിക്കുമ്പോൾ സാങ്കേതികമായി ചിത്രം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒന്നായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം. മലയാള സിനിമയിലെ പ്രഗത്ഭർ ഒന്നിക്കുന്ന ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറായി എത്തുന്നത് അജയൻ ചാലിശ്ശേരിയാണ്. കോസ്റ്റ്യൂം ഡിസൈനർ ചെയ്യുന്നത് മഷർ ഹംസയും മേക്കപ്പ് കൈകാര്യം ചെയ്യുന്നത് റോണക് സേവ്യറുമാണ്. ഇവരുടെ സാന്നിധ്യം ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ ലുക്കിലും അന്തരീക്ഷത്തിലും വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് തീർച്ചയാണ്. ജോൺ മേരി ക്രിയേറ്റീവ്സിന്റെ ബാനറിൽ അച്ചു ബിബി ജോൺ ആണ് ഈ വമ്പൻ ചിത്രം നിർമ്മിക്കുന്നത്. കൂടാതെ ഭാവന റിലീസാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം എവിടെയൊക്കെയാണ് എന്നറിയണ്ടേ? തിരുവനന്തപുരം, ഇടുക്കി, ചെന്നൈ എന്നിവിടങ്ങളിലായിട്ടായിരിക്കും ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇടുക്കിയുടെ മനോഹാരിതയും നെടുങ്കണ്ടം എന്ന പ്രദേശത്തിന്റെ പ്രത്യേകതകളും സിനിമയിൽ വലിയൊരു പങ്ക് വഹിക്കുമെന്നാണ് കാണപ്പെടുന്നത്. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയ ഈ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും ഷൂട്ടിംഗ് അപ്ഡേറ്റുകളും വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് അണിയർ പ്രവർത്തകർ സൂചന നൽകുന്നത്.